ഹലോ. ക്രോഷ്യോ ട്യൂലിപ്പ് ബോർഡർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് എടുക്കുക, എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 5 ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ആ 3 ചെയിൻ ചെയ്തത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിന് പുറമേ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 6 ഡബിൾ ക്രോഷ്യേസ് വരും അവിടെ. 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാ 6 എണ്ണം വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഈ ഹുക്കിനെ ഈ ഒരു ലൂപ്പിൽ നിന്ന് വർക്കിംഗ് ലൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴത്തെ എൻഡിലേക്ക് അതിനെ ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അഗെയിൻ ഒരു 4 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ഈ ചെയിനെ സെക്യൂർ ചെയ്യണത് ബാക്ക് സൈഡിൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ട് അതൊന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു ടുലിപ്പിൻ്റെ ഒരൊറ്റ ടുലിപ്പ് ബഡിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകണ്ടേ. അങ്ങോട്ട് പോകാനായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് എഗെയിൻ നമ്മളൊരു 4 ചെയിൻ ചെയ്യുക. ദെൻ 4 ചെയിൻ ചെയ്തിട്ട് എനിക്കിതാ തുന്നേണ്ട സ്ഥലത്തേക്ക് ഞാൻ ബാക്കിലൂടെ ഹുക്ക് കടത്തിയിട്ട് ഫ്രണ്ടിൽ നിന്നാണ് യാണ് വലിച്ചെടുക്കുന്നത്. സോ ദാറ്റ് ഞാൻ ആ നൂല് കണക്ഷനായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് കൊണ്ടുവരുന്നത് ഫ്രണ്ടിൽ വിസിബിൾ ആവാത്ത പോലെ കേട്ടോ. ദെൻ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, 3 ചെയിൻ ചെയ്യുക, അതിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ടുലിപ്പ് ബോർഡർ ഈ ഒരു പാറ്റേണിൽ ചെയ്യണത്. ഞാൻ ഈ ഒരു പ്ലേസ് മാറ്റിൻ്റെ ചുറ്റിനും ഷെൽ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ വി ബോർഡർ ചെയ്യണ പോലെ ചെയ്തിട്ട് അതിൽ ടുലിപ്പ് ഫ്ലവർ പോലെ ചെയ്യുന്നതുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ബഡ് പോലെയാണുള്ളത്, ഒരു ഫ്ലവർ പോലെ ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേറെ വേറെ സ്റ്റിച്ചിങ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലേസ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാടോ. താങ്ക് യു.